ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാലിക്സ് കൊറോള എന്ന് പറയുന്ന നമ്മുടെ ഫ്ലോറൽ വേൾഡ്സിനെ കുറിച്ചിട്ടാണ്, ഫ്ലോറൽ ഓർഗൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫ്ലോറൽ ഓർഗൻസ് എത്രയാണ്? 4 വേൾഡ്സ് ഓഫ് ഫ്ലോറൽ ഓർഗൻസ് ആണുള്ളത്. ആൻഡ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം കാലിക്സും കൊറോളേനെയും കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കാലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന വേൾഡ് ആണ് എന്ത് കാലിക്സ് എന്ന് പറയുന്നത്. ഫ്ലോറൽ ഓർഗൻസിലെ ഏറ്റവും പുറത്ത് കാണുന്നതാണ് ആര്? കാലിക്സ്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ കമ്പണൻസിനെ നമ്മൾ സെപ്പൽസ് എന്നാണ് പറയാറ്. സെപ്പൽസ് എന്ന് പറയുന്നത് പൊതുവെ ഗ്രീൻ ആയിരിക്കും കളറ്. അതിൻ്റെ സ്ട്രക്ചറും വീനേഷനും നമ്മുടെ ഫോളിയേജ് ലീവ്സിൻ്റെ അതേപോലെ തന്നെയുള്ള സ്ട്രക്ചറും വീനേഷനും ആണ് അവർ കാണിക്കുന്നത്, കാലിക്സ് അല്ലെങ്കിൽ സെപ്പൽസ് കാണിക്കുന്നത്. ചില പ്ലാന്റുകളിൽ സെപ്പൽസ് എന്ന് പറയുന്നത് ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. നമ്മുടെ പെറ്റൽസ് പോലെ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള സെപ്പൽസ് കാണും. അങ്ങനെയുള്ള സെപ്പൽസിനെ പറയുന്ന പേരാണ് പെറ്റലോയിഡ് സെപ്പൽസ്. നമ്മൾ മൊസാണ്ട അതായത് നമ്മളെ വെള്ളില എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത് ആ ഒരു വൈറ്റ് ഇല പോലെയുള്ള ആ ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ കാലിക്സ് ആണ്. അതുപോലെ തന്നെ അത് പല വെറൈറ്റിയിൽ നമുക്ക് കാണാം. മൊസാണ്ട യെല്ലോ കളറുള്ള വെറൈറ്റി ഉണ്ട്, റെഡ് ഉണ്ട്, റോസ് ഉണ്ട്, അങ്ങനെ പല കളറിൽ കാണുന്നുണ്ട്. അത് ആക്ച്വലി എന്താണ്? അതിൻ്റെ കാലിക്സ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലവർ വേറെ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? അതിൻ്റെ സെപ്പൽസ് തന്നെയാണ്. അപ്പോൾ അതാണ് എന്താ പെറ്റലോയിഡ് സെപ്പൽസ്. പെറ്റൽ പോലെ നല്ല ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള സെപ്പൽസ് ചില പ്ലാന്റ്സിൽ കാണാറുണ്ട്. ഇനി ചില കാലിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹെയറി സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. അതിന് പാപ്പസ് എന്നാണ് പറയാറ്. അതായത് നമ്മൾ ട്രൈഡാക്സിൽ, വെർണോണിയയിലൊക്കെയാണ് ആ ഒരു പാപ്പസ് ആയിട്ടുള്ള എന്ത് കാണുന്നത്? കാലിക്സ് കാണുന്നത്. ഇനി അതെന്ന് പറയുന്നത് സീഡ് ഡിസ്പേഴ്സലിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സീഡ് എന്ന് പറയുന്നത് അങ്ങനെ പറന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കാലിക്സ് എന്ന് പറയുന്നത് എന്താണ്? പാപ്പസ് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ചിലതിലുള്ള കാലിക്സ് എന്ന് പറയുന്നത്. ട്രൈഡാക്സിലും വെർണോണിയയിലൊക്കെ അങ്ങനത്തെ കാലിക്സ് ആണ് കാണുന്നത്. ഇനി ബാൾസത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പൽസ് എന്ന് പറയുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ സ്പർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാലിക്സിനെ നമ്മൾ സ്പർഡ് കാലിക്സ് എന്നാണ് പറയാം. ഇനി സെപ്പൽസ് പൊതുവെ എന്തായിരിക്കും? സെപ്പൽസ് എന്ന് പറയുന്നത് സെസൈൽ ആയിരിക്കും. അതായത് ഒരു സ്റ്റോക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ജനറലി എന്താണ്? മാർജിൻ എൻറ്റയർ ആണ്. എന്നാൽ ചില കേസിൽ മാർജിൻ അൺഈവൻ ആവാറുണ്ട് സെപ്പൽസിൻ്റെ. റോസിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പൽസ് എന്താണ്? ടൂത്തഡ് ആയിട്ടുള്ള കാലിക്സ് ആണ് അതിനുള്ളത്, അല്ലെങ്കിൽ ടൂത്തഡ് ആയിട്ടുള്ള സെപ്പൽസ് ആണ് ആർക്കുള്ളത്? റോസിൻ്റെ കേസിൽ ഉള്ളത്. ഓക്കെ, ഇനി കാലിക്സിൻ്റെ മറ്റ് ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്സ് ചില സമയത്ത് എന്താവാം? പോളിസെപ്പാലസ് അല്ലെങ്കിൽ ഗാമോസെപ്പാലസ് ആവാം. പോളിസെപ്പാലസ് എന്ന് പറഞ്ഞാൽ സെപ്പൽസ് ഫ്രീ ആവും. മറ്റൊന്നിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള, അതായത് ഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ സെപ്പൽസിനെ നമ്മൾ പോളിസെപ്പാലസ് കണ്ടീഷൻ എന്നാണ് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്? അനോന, അതായത് നമ്മൾ സീതപ്പഴം. പിന്നെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള സെപ്പൽസ് കാണാറുണ്ട്. ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് പോലെ ഫോം ചെയ്യും. അതിന് എക്സാമ്പിൾ നമ്മുടെ ഹിബിസ്കസ്. അതായത് നമ്മൾ കാലിക്സ്, ഇപ്പോൾ ഹിബിസ്കസിൻ്റെ കാലിക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇങ്ങനെയായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ കാലിക്സ് വരയ്ക്കുക. ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാലിക്സ്. അതിൻ്റെ ഫ്ലവർ പെറ്റൽസ് ഇങ്ങനെയായിട്ട്, ചെമ്പരത്തി പോലെയൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക? കാലിക്സ് ഉണ്ടാവുക, ഫ്യൂസ്ഡ് ആയിട്ടുള്ള. അങ്ങനത്തെ കേസിൽ നമ്മൾ ഗാമോസെപ്പാലസ്. ഫ്രീ ആയിട്ടുള്ള കാലിക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെയായിരിക്കും ഫ്ലവർ ഉണ്ടാവുക അല്ലേ? ഫ്രീ ആയിട്ടുള്ള കാലിക്സ്, അതിൽ നമ്മൾ എന്താ പറയാം? പോളിസെപ്പാലസ്. അപ്പോൾ സെപ്പൽസ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോളിസെപ്പാലസും, സെപ്പൽസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് പോലെ ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗാമോസെപ്പാലസും ആണ്. ഓക്കെ, അത്രയാണ് എന്ത്? കാലിക്സിൻ്റെ കേസ് വരുന്നത്. ഇനി സെപ്പൽസിൻ്റെ ഫേറ്റ് അനുസരിച്ചിട്ട് കാലിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 4 കൈൻഡ് കാലിക്സ് ആണുള്ളത്.
ഓക്കെ, അതിന് മുന്നേ ഞാൻ പറയാം, നിങ്ങളിത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആണ്. പോളി ഫ്രീ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾ സെപ്പൽസിന്റെ കേസിൽ മാത്രമല്ല, പെറ്റൽസിന്റെ കേസിലും എന്താണ്? പോളി പെറ്റാലസും ഗാമ പെറ്റാലസ് കണ്ടീഷനും ഉണ്ട്. അപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞാൽ പോളിയാണ്. പോളി ഫ്രീ ആണ്. പോളി ഫ്രീ ആണ്. പോളി ഫ്രീ ആണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഗാമോ എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ് ആണ്, നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പോൾ പോളി ഫ്രീ ആണെന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി സെപ്പൽസിന്റെ ഫേറ്റ് അനുസരിച്ചിട്ട് 4 ടൈപ്പ് കാലിക്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്തെയാണ് എന്ത്? കഡൂക്കസ് കാലിക്സ്. കഡൂക്കസ് കാലിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ വിരിഞ്ഞതിന് ശേഷം, ഫ്ലവർ ഓപ്പൺ ആയതിനു ശേഷം സെപ്പൽസ് എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകും. അങ്ങനെയുള്ളതിനെയാണ് കഡൂക്കസ് കാലിക്സ് എന്ന് പറയുന്നത്. നമ്മളെ പോപ്പിയാണ് എക്സാമ്പിൾ. പിന്നെ ഡെസിഡസ് എന്താണ്? കാലിക്സ്. ഡെസിഡസ് കാലിക്സ് എന്ന് പറഞ്ഞാൽ പെറ്റൽസിന്റെ കൂടെ കാലിക്സും എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകും. അത് മസ്റ്റാർഡ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി പെർസിസ്റ്റന്റ് കാലിക്സ്. പെർസിസ്റ്റന്റ് കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പൽസ് എന്ന് പറയുന്നത് കൊഴിഞ്ഞു പോവത്തില്ല. അങ്ങനെയുള്ള കാലിക്സിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് കാലിക്സ് എന്ന് പറയാം. അത് ഫ്രൂട്ടിന്റെ കൂടെ പെർസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അതായത് നമ്മുടെ ബ്രിഞ്ചൽ, ക്യാപ്സിക്കത്തിലൊക്കെ എന്താണ്? ആ ഒരു കാലിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഫ്രൂട്ടിനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ബ്രിഞ്ചലിന്റെ കേസ് ആണെങ്കിൽ കാലിക്സ് ഇങ്ങനെ അതിനൊക്കെ ഒരു തണ്ട് പോലെ എപ്പോഴും ആ ഒരു ബ്രിഞ്ചലിന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ആണ് എന്ത്? ബ്രിഞ്ചലിൽ കാണുന്നത്. അതായത് സെപ്പൽസ് എന്ത് ചെയ്യുന്നില്ല? കൊഴിഞ്ഞു പോകുന്നില്ല. ഇനി അക്രസന്റ് കാലിക്സ്. അക്രസന്റ് കാലിക്സ് എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെപ്പലാണ്. അതിൽ കാലിക്സ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യും, എന്നിട്ട് ഒരു ഫ്രൂട്ടിന് ചുറ്റും ഒരു ജാക്കറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? അക്രസന്റ് കാലിക്സ്. അതായത് ഫ്രൂട്ടിന് ചുറ്റും ഒരു കവറിങ് പോലെ ആരുണ്ടാകും? കാലിക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റ് അറിയുമോയെന്നറിയില്ല. ഞൊട്ടങ്ങ അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞൊടി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന് നമ്മൾ ഗോൾഡൻ ബെറി എന്നൊക്കെ പറയും. ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നല്ല വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഒരു കാട്ട് പഴമാണ് അത്. അതിലെങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു കാലിക്സിന്റെ ഉള്ളിൽ ആ ഒരു ചെറിയ ഫ്രൂട്ടിനെ ഒരു ചെറിയൊരു പഴം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ചെറിയൊരു പഴം ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ഇതിന്റെ ഉള്ളിൽ ഒരു കവറിങ്ങിന്റെ ഉള്ളിലായിരിക്കും ഈ ഒരു പഴം ഉണ്ടാവുക. ഞൊട്ടങ്ങ എന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇങ്ങനെയാണ് ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഫൈസാലിസ് അതുപോലെ തന്നെ വിത്താനിയയിലൊക്കെയാണ് ഈ അക്രസന്റ് ആയിട്ടുള്ള കാലിക്സ് കാണുന്നത്. ഇനി നമുക്ക് കാലിക്സിന്റെ ഫംഗ്ഷൻ നോക്കാം. കാലിക്സിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാലിക്സിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡെലിക്കേറ്റ് ആയിട്ടുള്ള പെറ്റൽസിനെ അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ്, അതായത് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ആൻഡ്രീഷ്യം, ഗൈനീഷ്യം പോലുള്ള എസെൻഷ്യൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പെറ്റൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെപ്പൽസ് എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പോൾ കാലിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ രീതിയിലുള്ള ഫോട്ടോസിന്തസിസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. പിന്നെ കാലിക്സ് എന്ന് പറയുന്നത് കളേർഡ് ആയിട്ടുള്ള കാലിക്സ് എന്ന് പറയുന്നത് നമുക്ക് ചില പ്ലാന്റിൽ കാണാം. അതെ, പെറ്റലോയിഡ് ആയിട്ടുള്ള സെപ്പൽസ് നമുക്ക് കാണാം. അത് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യും. അതായത് എന്താണ്? കളർഫുൾ ആവുന്നതുകൊണ്ട് തന്നെ എന്താണ്? ഇൻസെക്റ്റിനെയൊക്കെ എന്താണ്? അട്രാക്റ്റ് ചെയ്യിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? പോളിനേഷന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻസെക്റ്റിനെയൊക്കെ അട്രാക്റ്റഡ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിനേഷൻ നടക്കും. പിന്നെ ചില കാലിക്സ് എന്ന് പറയുന്നത് പേപ്പേഴ്സ് ആയിട്ടുള്ള ഹെയർസ് ഫോം ചെയ്യുന്നുണ്ട്. അത് സീഡിനെ വിൻഡ് ഡിസ്പേഴ്സലിനെ സഹായിക്കുന്നുണ്ട്. അതായത് അങ്ങനത്തെ ഒരു ഹെയറിലേക്ക് സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ കാറ്റിൽ നന്നായിട്ട് പാറി ആ ഒരു സീഡ് പാറി കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി വീണ് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവും. ഓക്കെ, അത്രയാണ് കാലിക്സിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കൊറോളയാണ്. കൊറോള എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറൽ ഓർഗൻസിലെ സെക്കൻഡ് സെറ്റ് ഓർഗൻ ആണ്. എന്ത്? ഫ്ലോറൽ ഓർഗൻ ആണ് എന്ത്? കൊറോള എന്ന് പറയുന്നത്. ഇത് കാലിക്സിന്റെയും ആൻഡ്രീഷ്യത്തിന്റെയും ഇടയിലാണ് എന്ത്? ഇടയിലുള്ള ഒരു സിംഗിൾ വേൾ ആണ് എന്ത്? പെറ്റൽസ് എന്ന് പറയുന്നത്.
ഈ പെറ്റൽസ് എന്ന് പറയുന്നത് തിന്നായിരിക്കും, ഡെലിക്കേറ്റ് ആയിട്ടുള്ളതായിരിക്കും, ബ്രൈറ്റ്ലി കളേർഡ് ആയിരിക്കും. ചിലത് എന്താണ് സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ചിലതിൽ ഇത് ആ ഒരു ഫ്ലവറിന് എന്താണ് കോൺസ്പീക്കസും അതുപോലെ തന്നെ അട്രാക്റ്റീവും ആയിട്ടും തോന്നിക്കും അങ്ങനത്തെ ഫ്ലവേഴ്സിനെ. ചില ഫ്ലവേഴ്സിൽ അതായത് അനോന, പോളിയാൽത്തിയയിലൊക്കെ പെറ്റൽസ് എന്ന് പറയുന്നത് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. സെക്കുലൻ്റ് ആയിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും, അതായത് നല്ല കട്ടിയുള്ള തരത്തിലുള്ള എന്താണ് പെറ്റൽസ് ആയിരിക്കും, വാട്ടർ കണ്ടൻ്റ് ഉള്ള പെറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. ഗ്രീൻ കളറിലായിട്ടുള്ള പെറ്റൽസ് ഉണ്ടാകും ചിലതിൽ. അങ്ങനത്തെ പെറ്റൽസിനെ നമ്മൾ സെപ്പലോയിഡ് പെറ്റൽ എന്നാണ് പറയുക. അതായത് ആ ഒരു പെറ്റൽ കണ്ടാൽ നമുക്ക് സെപ്പലിനോട് സാമ്യം തോന്നും. അതായത് ഗ്രീൻ കളറാണ്, കുറച്ച് തിക്കൻഡ് ആണ്, സെക്യുലൻ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉള്ള നല്ല കട്ടിയുള്ള ടൈപ്പ് പെറ്റൽസ് ആയിരിക്കും. അതായത് സെപ്പലിനോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള പെറ്റൽസ്, അത് നമ്മൾ സെപ്പലോയിഡ് പെറ്റൽസ് എന്നാണ് പറയാം. ഓക്കെ, ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവറിൽ കാലിക്സും കൊറോളയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൈക്ലമീഡിയസ് ഫ്ലവർ എന്നാണ് പറയുക. എന്നാൽ ഇതിൽ ഒരു സിംഗിൾ വേൾ ഓഫ് പെരിയാന്താണ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളതിനെ മോണോക്ലമീഡിയസ് എന്നാണ് പറയുക. മോണോക്ലമീഡിയസ് ആയിട്ടുള്ള ഫ്ലവറിന് പൊതുവെ പെരിയാന്തായിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് കൊറോളയാണോ കാലിക്സ് ആണോ എന്ന് പറയാൻ പറ്റാത്ത, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയാം. അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ നമ്മൾ ടെപ്പൽ എന്നാണ് പറയാം. ഓക്കെ, അങ്ങനെയുള്ള പെരിയാന്ത് മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോണോക്ലമീഡിയസ് എന്നാണ് പറയാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ ടേം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അങ്ങനെ ചില കേസിൽ, അങ്ങനെയുള്ള കേസിൽ കൊറോള എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ ഉള്ള കേസിൽ കൊറോള ആബ്സെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനത്തെ ഫ്ലവറിനെ നമ്മൾ എപ്പറ്റാലസ് ഫ്ലവേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ കേസിൽ സെപ്പൽസ് പറഞ്ഞ പോലെ തന്നെ പെറ്റൽസും ഫ്രീയും യുണൈറ്റഡും ആവാം. അങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള പെറ്റൽസിനെ നമ്മൾ പോളിപെറ്റാലസ്, നമ്മൾ പറഞ്ഞു പോളി ഫ്രീ ആണ്, പോളിപെറ്റാലസ് എന്ന് പറയും. ക്രോട്ടലറി എക്സാമ്പിൾ. മറ്റേ ഫ്യൂസ്ഡ് ആയിട്ടുള്ളതിന് നമ്മൾ ഗാമോപെറ്റാലസ് എന്നാണ് പറയുക. ഇക്സോറയാണ് എക്സാമ്പിൾ. ഇനി പോളിപെറ്റാലസ് ആയിട്ടുള്ള കൊറോള, അതായത് പെറ്റൽസ് ഫ്രീ ആയിട്ടുള്ള കൊറോളയിൽ പെറ്റൽസിൽ സ്മോളും നാരോയും സ്റ്റോക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു ലോവർ പോർഷൻ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ക്ലോ എന്നാണ് പറയുക. ക്രോട്ടലേറിയയിലാണ് മെയിനായിട്ട് അത് കാണുന്നത്. അതിൻ്റെ അതായത് ക്രോട്ടലേറിയയിൽ മാത്രമല്ല, ഏത് പ്ലാന്റിലായാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇതൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഭാഗമില്ലേ, അത് നമ്മൾ ക്ലോ എന്നാണ് പറയുക. പിന്നെ അപ്പർ പോർഷന് നമ്മൾ എന്താണ് പറയുക, ലിംഫ് എന്നാണ് പറയുക. അപ്പോൾ ഇതെന്താണ്, ലിംഫാണ്, ഇതെന്താണ്, ക്ലോ ആണ്. അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്ഷൻ ജസ്റ്റ് നമ്മളെ ഒരു പെറ്റൽ നമ്മൾ നോർമലി വരയ്ക്കുമ്പോൾ താഴെ ഇങ്ങനെ ചെറുതാക്കിയിട്ടും പിന്നെ മേലെ ഇങ്ങനെ വലുതാക്കിയിട്ടും, അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ലൈക്ക് പോർഷനെ പറയുന്ന പേരാണ് എന്ത്, സ്മോൾ ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള സ്റ്റോക്ക് ലൈക്ക് പോർഷനെ പറയുന്ന പേര് ക്ലോ എന്നാണ്. പിന്നെ നമ്മൾ അപ്പറായിട്ട് കാണുന്ന ആ ഒരു എക്സ്പാൻഡഡ് പോർഷനെ പറയുന്ന പേര് ലിംപ് എന്നാണ്, ലിംപ്. ഓക്കെ, അങ്ങനത്തെ പെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോഡ് ആയിരിക്കും. അതായത് നമ്മുടെ പോളിപെറ്റാലസ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ക്ലൗഡ് ആയിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും കാണാം. ഗാമോപെറ്റാലസ് കൊറോള നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോവർ പോർഷനെ നമ്മൾ ട്യൂബ് എന്നാണ് പറയാം, അപ്പർ പോർഷനെ നമ്മൾ എന്താണ്, ലിംഫ് എന്ന് പറയും. ഓക്കെ,
ഗാമോപെറ്റാലസ് കൊറോള എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതൊരു ട്യൂബ് പോലെ ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോവർ പോർഷനെ നമ്മൾ ട്യൂബ് എന്നും അപ്പർ പോർഷനെ ലിംഫ് എന്നാണ് പറയാം. ഇനി അപ്പർ പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം? ലോബ്ഡ് ആയിരിക്കാം. അതിൻ്റെ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ പോർഷനിലുള്ള ലോപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്, ആ ഒരു കൊറോളയിലുള്ള പെറ്റൽസിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കാം. ഓക്കെ, ചില കേസിൽ കൊറോള എന്ന് പറയുന്നതിന് ഒരുപാട് ഔട്ടർ ഗ്രോത്ത് ഉണ്ടായിരിക്കും, അപ്പൻഡേജസ് ഉണ്ടായിരിക്കും. ചെറിയ ലോബുകളായിട്ട് അല്ലെങ്കിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിട്ട് എന്താണ് ഈ കൊറോളയ്ക്ക് ചില സമയത്ത് ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ അപ്പൻഡേജസ് ഉണ്ടാവും. അങ്ങനത്തെ അപ്പൻഡേജസിനെ നമ്മൾ കൊറോണൽ ഔട്ട് ഗ്രോത്ത്സ് ആണ് പറയാം. ജനറലി അതിനെന്താണ് കളക്റ്റീവായിട്ട് പറയുന്നത് കൊറോണ എന്നാണ്. അതായത് നമ്മുടെ കൊറോളേൻ്റെ ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ അപ്പൻഡേജസിന് നമ്മൾ സ്മോൾ ലോബ്സ് അല്ലെങ്കിൽ എന്താണ് ലോങ് ഹെയറി സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാറുണ്ട് ചില കൊറോളൈസിൽ. അങ്ങനത്തെ ഇതിനെ നമ്മൾ കൊറോണൽ ഔട്ട് ഗ്രോത്ത്സ് അല്ലെങ്കിൽ കളക്റ്റീവ്ലി നമ്മൾ കൊറോണ എന്നാണ് പറയുക. ഇതെന്ന് പറയുന്നത് കൊറോളയ്ക്ക് ഒരു അട്രാക്ഷൻ കൊടുക്കും. അത് പാസിഫ്ലോറയിലാണ് അത് കാണുക. നമ്മൾ പാഷൻ ഫ്രൂട്ടിലൊക്കെയാണ് ആ ഒരു ഔട്ട് ഗ്രോത്ത് കാണുന്നത്. ഓക്കെ, ചില പ്ലാന്റ്സിൽ പീസിലൊക്കെ അതിൻ്റെ കൊറോള എന്ന് പറയുന്നത് ബട്ടർഫ്ലൈൻ്റെ പോലെയാണ് ഉണ്ടാവാറ്. പാപ്പിലോണേഷ്യസ് എന്നാണ് അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ പറയാം. ആ ഒരു കൊറോളേനെ പാപ്പിലോണേഷ്യസ് എന്നാണ് പറയാം, ബട്ടർഫ്ലൈ പോലെയുള്ളത്. ചില കൊറോള എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും, ചിലത് ഇറഗുലർ ആയിരിക്കും. പെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ആയിരിക്കും. ഇതിൽ റെഗുലറിൽ ഉണ്ടാവാം, യൂണിഫോം ആയിരിക്കും അതിൻ്റെ സൈസും ഷേപ്പും. അതുപോലെ തന്നെ സിമ്മട്രിക്കൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും റെഗുലർ ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ. ഇറഗുലർ ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ എന്ന് പറയുമ്പോൾ സൈസ് ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും, അസിമെട്രി ആയിരിക്കും. അതുപോലെ തന്നെ ഷേപ്പ് ഡിസിമിലർ ആയിട്ടുള്ള ഷേപ്പും സൈസും ഒക്കെ ആയിരിക്കും ആർക്കുണ്ടാവാം, നമ്മുടെ ഇറഗുലർ ആയിട്ടുള്ള കൊറോളയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാലിക്സ് ആൻഡ് കൊറോളേനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.